എടപ്പള്ളി ലുലുമാളിലുള്ള PVRലാണ് കറ എന്ന് പറയുന്ന സിനിമ കണ്ടെത്തിയിരിക്കുന്നത്. PVR പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. ഓഡി 4ലായിരുന്നു. ഓഡി 4 എന്ന് പറയുന്നത് 4K സിനോൺ പ്ലസ് 7.1 ആണ് ഇവിടുത്തെ സൗണ്ട് വരുന്നത്. കറ ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് രാജ. വിഘ്നേഷ് രാജയുടെ സിനിമ, അതായത് പോർത്തുഴയിലെടുത്ത സംവിധായകനാണ്, പണി അറിയുന്ന സംവിധായകനാണ്. ധനുഷിന്റെ കൂടെ രണ്ടാമത്തെ പടം. കറസാമി എന്നാണ് നമ്മുടെ നായകന്റെ പേര്. അതാണ് ഷോർട്ട് ഫോമായിട്ട് കറ എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയുന്നതിന് മുമ്പ് ഇതിന്റെ DCP ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. കിഡിലൻ DCP ആണ് വന്നിരിക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് എടപ്പള്ളി ലുലുമാളിലുള്ള PVR ഓഡി 4ലാണ്. ഓഡി 4 എന്ന് പറയുന്നത് ഒരു 4K സിനോൺ പ്രൊജക്ഷനുള്ള തിയേറ്ററാണ്. എന്നിട്ട് പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നായകനും കൂട്ടരും കൂടി ഒരു കവർച്ച പ്ലാൻ ചെയ്യുന്നു. ഈ കവർച്ചയിലൂടെ കിട്ടുന്ന കാശ് കൊണ്ട് ശിഷ്ടകാലം ഒരു സുഖമായിട്ട് ജീവിക്കുന്നു. ഈ ഒരു ടെംപ്ലേറ്റിൽ വരുന്ന കഥയാണെന്നുണ്ടെങ്കിൽ, അത് ഇന്ത്യൻ സിനിമയിൽ, പ്രത്യേകിച്ച് തമിഴ് സിനിമയിലാണെന്നുണ്ടെങ്കിൽ, നായകന് എത്ര കാശാണോ ആവശ്യം, 3 ലക്ഷം രൂപയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 3 ലക്ഷം രൂപ മാത്രം എടുക്കുന്ന, ഇനി നാട്ടുകാരെ സഹായിക്കുന്ന, അതായത് റോബിൻഹുഡ്, കായംകുളം കൊച്ചുണ്ണി, ആ ലെവലിലേക്കുള്ള, ആ രീതിയിലൊരു റോബിൻഹുഡ് പരിവേഷമുള്ള ഒരു നായകൻ ഈ ടെംപ്ലേറ്റിൽ വരുന്ന കഥയുണ്ടല്ലോ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പടമാണ് കറ. ഗംഭീരമായിട്ടുള്ളൊരു തുടക്കമുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇമോഷണൽ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മെലോഡ്രാമ ലെവലിലേക്കൊന്നും പോകാതെ നല്ല രീതിയിലേക്ക് പോയി. സെക്കൻഡ് ഹാഫ് ആണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഹാഫ് കേഴ്സ് ഉള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ തമിഴ് സിനിമ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫും തുടക്കത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഫൈനൽ ആക്ട് ആയപ്പോൾ വലിയ ഇമ്പാക്ട് നൽകാതെ അവസാനിച്ച ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കറ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഗൾഫ് വാർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഗൾഫ് വാർ നടക്കാൻ നേരത്ത് ഇന്ധനം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ധനം കിട്ടാത്തതുകൊണ്ട് ട്രാക്ടറൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത കർഷകർ, അതായത് വ്യവസായികളൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നു. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിലൂടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ സിനിമ അൾട്ടിമേറ്റ്ലി പറയുന്നത് കറസാമി, അതായത് കറ എന്ന് പറയുന്ന നമ്മുടെ നായകന്റെ കഥയാണ്. അതൊരു കള്ളനാണ്, വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. അച്ഛനും അമ്മയൊക്കെ എങ്ങനെയൊക്കെയും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ അച്ഛനും അമ്മേനെ തേടി പോകുന്ന ഈ കറസാമിയുടെ കഥയാണ്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ കള്ളനായിട്ടുള്ള, ഈ സെൽഫിഷ് ആയിട്ടുള്ള ഇയാൾക്കുണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റമാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നായകൻ നടത്തുന്ന ആ ഒരു ഹെയ്സ്റ്റ്, ഒരു കവർച്ച എന്ന് പറയുന്നത്, ആ കവർച്ച എന്തിനു നടത്തണം, എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നതിന് ഒരു പ്രോപ്പറായിട്ടുള്ള നല്ല ഇമോഷണൽ വെയിറ്റേജ് ഉള്ള ഒരു സംഭവം അവിടെ വേണം. അപ്പം അതിനുവേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു അച്ഛൻ മകൻ, ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ ഒരു പാസം, നമ്മളിപ്പോൾ കളിയാക്കി പാസം എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അച്ഛൻ മകൻ പാസം ഇവരൊരു സീരിയൽ ലെവലിലേക്കൊന്നും പോകാത്ത രീതിയിൽ നല്ല സട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള ധനുഷിൻ്റെ പെർഫോമൻസ് നൈസായിരുന്നു. KS രവികുമാറാണ് അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഓവർഡു ഒന്നും ചെയ്യാണ്ട് പുള്ളി പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽസ്, ആ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റേജിങ്ങും പിന്നെ ആ സമയത്തുള്ള GB പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇമോഷണൽ വെയിറ്റേജ് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. ആ ഇമോഷണൽ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ പിന്നീട് വരുന്ന ഹേസ്റ്റ് സീക്വൻസ് ആണ്. അതൊരു കവർച്ച നടത്തുന്നത്. അപ്പോൾ കവർച്ച നടത്തുന്ന ആടുകളം നരേൻ്റെ ഒരു ബാങ്കിൽ വെച്ചിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിലുള്ള ടെൻഷൻ ബിൽഡിങ്, ഇവരെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രോപ്പറായിട്ട് ഒരു സ്ക്രീനിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. GVPയുടെ ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ധനുഷിൻ്റെ ആണെന്നുണ്ടെങ്കിലും കരുണാസിൻ്റെ ആണെങ്കിലും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ സുരാജ് അവതരിപ്പിക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറുണ്ട്. ആ പോലീസ് ക്യാരക്ടർ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇൻ്റർവൽ പോയിന്റിലേക്ക് ആകുമ്പോഴേക്കും ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് വരികയാണ്. ഈ കവർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് ഈ പോലീസ് ക്യാരക്ടർ കൊണ്ട് എത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ത്രില്ലിംഗ് ആവുന്നുണ്ട്. നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ്റർവൽ ഇതൊക്കെയാണ് ഈ സിനിമ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം എങ്ങനെ ടൈറ്റായിട്ട് എൻഗേജിങ് ആയിട്ട് കഥ പറഞ്ഞു, ആ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. തുടക്കത്തിലൊക്കെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസും കാര്യങ്ങളുണ്ട്. അതിൽ ജയറാമിൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറെ കുറിച്ച് കൂടുതലായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ കൊണ്ട് കഥയിൽ കൂടുതലായിട്ട് കോൺഫ്ലിക്ട്സും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നടക്കും. അതിനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ കാര്യമായിട്ട് ഈ ജയറാമിൻ്റെ ക്യാരക്ടറിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ജയറാമിൻ്റെ ക്യാരക്ടറും എല്ലാം കൂടി വരുമ്പോഴേക്കും ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ, ക്യാരക്ടർ ആർട്ടിസ്റ്റുകളെല്ലാം അടിപൊളിയാണ്. ഇവരുടെ പെർഫോമൻസ് നന്നായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കോൺഫ്ലിക്ട്സ്, കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം പ്രതീക്ഷിക്കും. അത് ഒരു പരിധി വരെ സെക്കൻഡ് ഹാഫിൽ നൽകുന്നുണ്ട്. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഡ്യൂറേഷൻ്റെ ഒരു പ്രശ്നം. കാരണം ഈ ഒരു സിനിമ 2.5 മണിക്കൂർ കൂടുതലുണ്ട്. ഇത് കുറച്ച് ചെറിയൊരു സിനിമയായിരുന്നെങ്കിൽ നല്ല ടൈറ്റായിട്ട് നല്ല പാക്കേജിലേക്ക് വന്നാനേ. പക്ഷേ ഡ്യൂറേഷൻ ഒരു പ്രശ്നമായിട്ട് തോന്നുന്ന സമയത്ത്, ആ സമയത്ത് തന്നെ പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്ന പോലെ MS ഭാസ്കറിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. MS ഭാസ്കർ ഒരുപാട് ഹെവി മേക്കപ്പ് ഒക്കെയാണ്. പുള്ളിനെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇത് MS ഭാസ്കറാണ്. പുള്ളിയുടെ ക്യാരക്ടർ വരുന്നു. പുള്ളി ഒരു വ്യവസായിയാണ്. പുള്ളി കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ വ്യവസായികളുടെ കഷ്ടപ്പാട് എന്നുള്ള ആ ഒരു ട്രാക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഈ സിനിമ ഏത് രീതിയിലേക്കാണ്, എങ്ങോട്ടൊക്കെ ആയിരിക്കും കഥ പറയാൻ പോകുന്നത്. പിന്നെ സ്ഥിരം കാണുന്ന സ്ഥിരം ടെംപ്ലേറ്റ് സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്.
അതായത് നല്ല രീതിയിലാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. ഒരുപാട് ഫ്ലാഷ് ബാക്ക് കാണിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിട്ടും കുറേ മെലോഡ്രാമ കാണിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിട്ടും അതെല്ലാം അവോയ്ഡ് ചെയ്ത് പറയേണ്ട കാര്യം മാത്രം പറഞ്ഞ്, ഇപ്പം മമിത ബൈജുയുടെ ക്യാരക്ടറൊക്കെ ആണെന്ന് ലിമിറ്റഡ് സ്ക്രീൻ സ്പേസേ ഉള്ളൂ. അതൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സിനിമ അവസാനമായപ്പോഴേക്കും നായകൻ ഒരു റോബിൻ ഹുഡ് ആവുകയാണ്. വ്യവസായികൾക്ക് വേണ്ടി അവർ കവർച്ച നടത്തുന്ന ആ ഒരു ടെംപ്ലേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യമായിട്ടുള്ള ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയുടെ ഫൈനൽ ആക്ട് ഓഫർ ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇമോഷണൽ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുന്ന നായകൻ എന്നൊക്കെ പറയുന്നത് ഈ തമിഴ് അവരുടെ ആ ഒരു കൾച്ചറൽ സംഭവങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്ന പോലെയാണ്. ഇപ്പോൾ ഈ വർഷം റിലീസായി ഹിറ്റായിട്ടുള്ള തായ്ക്കിഴവിയാണെങ്കിലും യൂത്ത് ആണെങ്കിലും ഇതിനകത്തൊക്കെ ഒരു സക്സസ് ഫോർമുല ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വ്യവസായി എന്ന് പറയുന്നത് തമിഴ് സിനിമയുടെ മെയിൻ ഒരു സംഭവം കൂടിയാണല്ലോ. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ വർക്ക് ആവാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത്. പക്ഷേ ഈ സിനിമ കാണുന്നുള്ള ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഈ സിനിമയിൽ സ്ക്രിപ്റ്റിൽ കുറച്ച് ഫോർ ഷാഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധനുഷിൻ്റെ അടുത്ത് അച്ഛൻ ചുമടെടുക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നായകൻ ഒരു KCB ജോലി ചെയ്യുന്ന, താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, ഈ ചുമടെടുക്കുന്ന സീക്വൻസ് എല്ലാം പിന്നീട് സ്ക്രീനിൽ വരുന്നുണ്ട്. പിന്നെ സുരാജിൻ്റെ ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ്റെ തോട്ട് പ്രോസസ്സ് ഏത് രീതിയിലായിരിക്കും അത് തന്നെയാണ് ക്ലൈമാക്സിൽ കാണുന്നത്. അങ്ങനെ കുറച്ച് സ്മാർട്ട് മൂവ്സ് ഈ പടത്തിലുണ്ട്. അത് മലയാളി ആയാലും തമിഴനായാലും ഈ ഓഡിയൻസിനൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിൻ്റെ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ധനുഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു. വളരെ സട്ടിലായിട്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടർ തന്നെ അങ്ങനെയാണ്, ഒരു കള്ളനാണ്, സെൽഫിഷാണ്, ഇങ്ങനെ ഒരാളാണ്. ഇയാൾക്ക് വരുന്ന മാറ്റമുണ്ട്. ആ മാറ്റം വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. ധനുഷ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടം അക്ഷരാർത്ഥത്തിൽ സ്കോർ ചെയ്യുന്നത് സുരാജ് തന്നെയാണ്. പിന്നെ ജയറാമുണ്ട്. ജയറാമിൻ്റെ ക്യാരക്ടർ വേറെ ഏതെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യമൊക്കെ കൊള്ളാവുന്ന രീതിയിലൊക്കെയായിരുന്നു പുള്ളി പെർഫോം ചെയ്യുന്നത്. പിന്നീട് പുള്ളിയുടെ സ്ഥിരം കുറച്ച് മാനറിസവും കുറച്ച് ട്രൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് വീണ്ടും സ്ക്രീനിലേക്ക് വരുന്നത്. അവസാനമൊക്കെ ആയപ്പോഴേക്കും എന്തോ പോലെയായി. കാരണം ജയറാമിനെ മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. പിന്നെ KS രവികുമാർ പുള്ളി നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ MS ഭാസ്കർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ശ്രീജ രവി ഉണ്ട്, പിന്നെ കരുണാസ് ഉണ്ട്. കരുണാസ് എല്ലാം, അതായത് ആക്ടേഴ്സിനെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ളതാണ്. അതെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മമിത ബൈജുയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം സ്ക്രീൻ സൈസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കിട്ടിയ റോൾ ഉണ്ടല്ലോ നല്ല വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ തേനി ഈശ്വറാണ് ഈ സിനിമയുടെ ക്യാമറ. ഗംഭീര വർക്കായിരുന്നു. പിന്നെ GV പ്രകാശ് കുമാർ, GVP ഈസ് ലൈക്ക് പുള്ളി മ്യൂസിക് ചെയ്യുന്ന പടങ്ങൾ അതൊക്കെ ഗംഭീരമാണ്. പുള്ളി അഭിനയിക്കാതിരുന്നാൽ മതി. അഭിനയിക്കുന്ന ആ സമയവും കൂടി മ്യൂസിക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പുള്ളിയുടെ വർക്ക് ഗംഭീരമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കറ എന്ന സിനിമ കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നിയ ഒരു സിനിമയാണ്. ഗംഭീര തുടക്കമുണ്ട്. ഇതിൻ്റെ ഇമോഷണൽ സീക്വൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിലൂടെ അതിനകത്തൊരു ഹേസ്റ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് അത് നല്ല രീതിയിലുള്ള ടെൻഷൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്റർവെൽ കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് എത്തിയപ്പോൾ എന്തോ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ് നൽകാൻ പറ്റാത്ത ഒരു സിനിമയായിട്ടാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാച്ചബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. റീസെൻ്റ്ലി ഇറങ്ങിയ ധനുഷിൻ്റെ സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർ ബെറ്റർ ആണ്. ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ.